കരൂർ ദുരന്തത്തിൽ ടി.വി.കെയുടെ ആരോപണങ്ങൾ ADGP തള്ളുകയാണ്. കല്ലേറും ലാത്തിചാർജും ഉണ്ടായി എന്നുള്ളൊരു ആരോപണം ഉണ്ടായിരുന്നു ടി.വി.കെയുടെ ഭാഗത്ത് നിന്ന്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ADGP പറയുന്നു. പോലീസ് പ്രവർത്തകരെ കൈകൊണ്ട് തള്ളുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ചെറുപ്പക്കാർ പോലീസ് നിർദ്ദേശം അനുസരിക്കാതിരുന്നത് അപകടത്തിന് കാരണമായെന്നും ADGP പറയുന്നു. Everybody wants to see their leader, and that's they are pushing towards the vehicle. That's because a lot of youngsters who are not even willing to listen to anybody, even to the volunteers, the bouncers. Yes, some of the conditions have been violated. Yes, yeah. No, not at all. Provide them bandobast. Officers at the level of additional SPs are monitoring the bandobast. It's all being provided to all of them. It can't be called as a mild lathi. Normally, you normally have a lathi in the front. They just push them in the front. That's all. Nothing like that. This is something which have to be investigated, which the commission has to find out. So we can't say much about it. Actually, the onus lies on you guys. I can't say anything right now. ADGPയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. KB ശ്രീധരൻ തുടരുന്നുണ്ട് വിവരങ്ങളുമായിട്ട്. ശ്രീധരൻ, അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പോലീസിന് നേരെ ടി.വി.കെ പ്രവർത്തകർ ഉന്നയിക്കുന്നത്. ലാത്തി ചാർജ് ഉണ്ടായി, കല്ലേർ ഉണ്ടായി എന്ന് പറയുന്നു, ലാത്തി ചാർജ് ഉണ്ടായി എന്ന് പറയുന്നു. ഈ സ്ഥലം അനുവദിക്കാത്തതുൾപ്പെടെ പലതരത്തിലുള്ള ആരോപണങ്ങൾ പോലീസിനും സർക്കാരിനുമെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും അതീവ ഗുരുതരമായത്. അതിനെയാണ് പൂർണ്ണമായി ഇപ്പോൾ ADGP തള്ളുന്നത്. എന്താണ് അദ്ദേഹം പറയുന്നത്? എന്താണ് പോലീസിന്റെ ഭാഷ്യം? പോലീസ് ഭാഷ്യം ഇങ്ങനെയാണ്. അതായത് ടി.വി.കെയുടെ ആരോപണങ്ങളെല്ലാം തള്ളുകയാണ് പോലീസ്. കല്ലേർ ഉണ്ടായിട്ടില്ല, അതായത് കല്ലേർ ഈ തിക്കുംതിരക്കനും കാരണമായിട്ടില്ല, പോലീസ് ലാത്തി വീശിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ADGP പറയുന്നത്. അതായത് പോലീസ് ലാത്തി വീശിയതിനെ തുടർന്നാണ് ഇത്തരത്തിൽ വലിയ അപകടം ഉണ്ടായത്, തിക്കും തിരക്കും ഉണ്ടായത് എന്നുള്ള ഒരു കാര്യം ഈ ടി.വി.കെ ഹർജിയിൽ പറയുന്നുണ്ട്. ഈ പോലീസ് പ്രവർത്തകരെ നിയന്ത്രിക്കുക മാത്രമാണ്, കൈകൊണ്ട് തള്ളുക മാത്രമാണ് ചെയ്തത്, ലാത്തി വീശിയിട്ടില്ല. ഈ വിജയ് ചട്ടങ്ങൾ ലംഘിച്ചോ എന്നുള്ള കാര്യം ഇപ്പോൾ പറയാനാവില്ല. ഇതൊക്കെ സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണ്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. പക്ഷെ പല മാർഗനിർദ്ദേശങ്ങളും ടി.വി.കെ പ്രവർത്തകർ ലംഘിച്ചതായിട്ട് പറയുന്നു. അതോടൊപ്പം ആവശ്യത്തിന് പോലീസുകാർ, അതായത് 10,000 പേരുടെ റാലിക്കാണ് അനുമതി നൽകിയത്. അവരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി, അവർക്ക് സുരക്ഷ നൽകുന്നതിന് വേണ്ടിയുള്ള പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു. പല ആളുകളും അണികളും ചെറുപ്പക്കാരായുള്ള ആളുകൾ പോലീസിന്റെ നിർദ്ദേശം അനുസരിക്കാഞ്ഞതാണ് ഈ അപകടത്തിന് കാരണമായത് എന്നും പറയുന്നു. അതുപോലെ നേരത്തെ വൈദ്യുതി വകുപ്പിന്റെ ഉദ്യോഗസ്ഥനും വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അതിൽ പറയുന്നത് ആ സമയത്ത് വിജയ് വന്നു പോകുന്നതുവരെ അവിടെ പവർ കട്ട് ഉണ്ടായിട്ടില്ല, പവർ കട്ട് ഉണ്ടായി എന്നുള്ള ഒരു വാദം തള്ളുകയാണ്, അല്ലെങ്കിൽ ആരോപണം തള്ളുകയാണ് വൈദ്യുതി വകുപ്പും. ഏതായാലും ടി.വി.കെ ഈ ഹർജിയുമായി ഇപ്പോൾ നിലവിൽ മദ്രാസ് ഹൈക്കോടതിയിലേക്ക് പോയിട്ടുണ്ട്.